ഹായ് ഓൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫിഫ്ത്ത് മാനേജീരിയൽ ഫംഗ്ഷനായിട്ടുള്ള കൺട്രോളിനെ കുറിച്ചാണ്. കൺട്രോളിനെ കുറിച്ച് അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, പർപ്പസ്, അതുപോലെ ടൈപ്സ് ഓഫ് കൺട്രോൾ, പ്രോസസ് ഓഫ് കൺട്രോൾ, അങ്ങനെ മെത്തേഡ്സ് ഓഫ് കൺട്രോൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺട്രോളിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർത്ത് മൊഡ്യൂൾ ഇതോടെ അവസാനിക്കുകയാണ്. സോ തുടങ്ങാം. കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പേജ് നമ്പർ 146 പറഞ്ഞേക്കുന്നത് കൺട്രോൾ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ വിച്ച് കണ്ടിന്യൂസ്ലി റെഗുലേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ കൺസേൺ ടു ഒബ്റ്റെയിൻ ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞേക്കുന്നത്, നമ്മളൊരു പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ ഓരോ ടാസ്കിനെയും നമ്മൾ റിവ്യൂ ചെയ്യുകയും കണ്ടിന്യൂസ്ലി റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഏഷ്യൻ്റ് ടൈമിലൊക്കെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തേക്കുന്ന ടാസ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രമായിരുന്നു കൺട്രോൾ വരുന്നുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വന്നതോടുകൂടിയാണ് കൺട്രോളിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന പെർഫോമൻസും തമ്മിൽ മെഷർ ചെയ്യുകയും എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് കൺട്രോൾ എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. ഇനി ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്, സെക്കൻഡ് ഡെഫിനിഷൻ കൂൺസ് ആൻഡ് ഓഡോണൽ. ഇവർ പറഞ്ഞേക്കുന്നത് മാനേജീരിയൽ കൺട്രോൾ ഇംപ്ലൈസ് മെഷർമെൻറ്റ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദി സ്റ്റാൻഡേർഡ് ആൻഡ് ദ കറക്ഷൻ ഓഫ് ഡീവിയേഷൻസ് ടു അഷ്യൂർ അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് അക്കോർഡിംഗ് ടു പ്ലാൻസ്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ, നമുക്കൊരു ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ ആ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെയാണോ പോയേക്കുന്നതെന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീവിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് കൺട്രോൾ എന്നാണ് ഇവിടെ ഡെഫിനേഷനിൽ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് പർപ്പസ് പറഞ്ഞേക്കുന്നത്, ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ്, നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ സെക്കൻഡ് വൺ പറഞ്ഞേക്കുന്നത് ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡുമായിട്ട് റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് നമ്മുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസിൻ്റെ രീതിയിൽ തന്നെയാണോ ആക്ച്വൽ പെർഫോമൻസ് എന്ന് നോക്കി റെഗുലേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ ചേഞ്ച് വരുത്തുക. അതുപോലെ തന്നെ ഈ ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, വേരിയേഷൻ റെക്ടിഫൈ ചെയ്യുക. അതുപോലെ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞേക്കുന്ന വേരിയേഷൻസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ പറഞ്ഞേക്കുന്ന എല്ലാ ലെവലിലും വേസ്റ്റേജ് മിനിമൈസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാം പറഞ്ഞ പോലെ തന്നെ എഫിഷ്യൻസിയും പ്രൊഡക്ഷനും കൂട്ടുക. ഇത്രയും പർപ്പസായിട്ട് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോൾ. ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിൽ നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കൺട്രോളിങ്ങിന് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഫംഗ്ഷനായിട്ടുള്ള പ്ലാനിങ്ങും ലാസ്റ്റ് ഫംഗ്ഷനായിട്ടുള്ള കൺട്രോളും തമ്മിൽ ഒരു റിലേഷൻ വരുന്നുണ്ട്. സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന കാര്യമാണ് ഈ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന കാര്യം. അപ്പം നമുക്ക് ടെക്സ്റ്റിൽ അങ്ങനെ ഡയറക്റ്റ് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ പ്ലാനിങ് പഠിച്ച സമയത്ത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ ആ പ്ലാനിങ്ങിനനുസരിച്ചാണോ പോകുന്നത് എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് കൺട്രോൾ. അപ്പോൾ ഈ രണ്ടും തമ്മിൽ പ്ലാനിങ് ഇല്ലെങ്കിൽ കൺട്രോൾ ഇല്ല, അതുപോലെ കൺട്രോൾ ഇല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ആദ്യം കൺട്രോൾ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ പ്ലാനിങ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ വരുമ്പോഴത്തേനും കൺട്രോളിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കൺട്രോൾ ചെയ്ത് പോയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു ആക്ടിവിറ്റീനെ നമ്മൾ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് പോയിട്ടില്ല എങ്കിൽ നമുക്കതൊരു ഫെയിലിയർ ആയിട്ട് വരും. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് വൺ പറഞ്ഞേക്കുന്നത് ഇതൊരു യൂണിവേഴ്സൽ ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലെവലും, യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാ ലെവലിലും എല്ലാ മാനേജേഴ്സും യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഈച്ച് ലെവൽ, ഇപ്പോൾ ലോവർ ലെവലാവട്ടെ ഹയർ ലെവലാവട്ടെ, എല്ലാത്തിലും ആവശ്യമുള്ളൊരു ഫംഗ്ഷനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. തേർഡ് വൺ, കൺട്രോൾ ഈസ് ഫോർവേഡ് ലുക്കിംഗ്. പ്ലാനിങ് ഫോർവേഡ് ലുക്കിംഗ് ആണ്. അതുപോലെ തന്നെ കൺട്രോളിങ്ങും ഫോർവേഡ് ലുക്കിംഗ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മൾ കൺട്രോൾ ചെയ്തു, ഇപ്പോൾ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുക, അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് പോവുക. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഫ്യൂച്ചറിലോട്ട് ഇതൊരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫോർവേഡ് ലുക്കിംഗ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഈ കൺട്രോൾ ചെയ്യണമെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിലാണ്. പാസ്റ്റ് എക്സ്പീരിയൻസിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും ഒരു പക്ഷേ നമുക്കിപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു മിസ്റ്റേക്ക് വരുത്താതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പം ഒരു കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർവേഡ് ലുക്കിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത്.
അടുത്തത് ഡൈനാമിക് പ്രോസസ്സാണ്. അതായത് നമുക്കിതിൽ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. കൺട്രോളിങ് ഓരോ സിറ്റുവേഷൻ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് കൺട്രോളിങ്ങിന് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഫിഫ്ത്ത് വൺ, കൺട്രോൾ ഇൻവോൾവ്സ് മെഷർമെൻറ്റ്. ഏറ്റവും ആദ്യം നമ്മൾ മീനിങ് പറയുമ്പോൾ തന്നെ ഇത് പഠിക്കുന്നത് സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസും. ഇത് രണ്ടും സ്റ്റാൻഡേർഡിൽ ഓൾറെഡി നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്. അപ്പം ഈ ഒരു ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡും തമ്മിലൊരു കമ്പാരിസണാണ് ശരിക്കും കൺട്രോളിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മെഷർമെൻറ്റ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് മെഷർ ചെയ്യുക, നമ്മൾ ടാർഗറ്റിലോട്ട് എത്തിയോ, ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇതിലൊരു റെക്ടിഫിക്കേഷൻ വരുത്തണോ എന്നുള്ള കാര്യം നമ്മൾ മെഷർ ചെയ്യണം. അതുകൊണ്ട് നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് കൺട്രോൾ ഇൻവോൾവ്സ് മെഷർമെൻറ്റ്. 6.1, കൺട്രോൾ ഈസ് ആൻ ഇൻഫ്ലുവൻസ് പ്രോസസ്സ്. അപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് പ്രോസസ്സാണ്. എന്തിനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഈ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ ഈ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മാനേജർ അതിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയറിലൊരു കൺട്രോളിംഗ് ആണ് വരുത്തുന്നത്. അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതിയിലൊരു മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ജോലി ചെയ്യുന്ന ഒരു രീതിയെ ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കൺട്രോൾ എന്നാണ് പറഞ്ഞത്. 7th വൺ, കൺട്രോൾ ഇൻവോൾവ്സ് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്ച്വലും നമ്മുടെ സ്റ്റാൻഡേർഡും തമ്മിൽ ഡീവിയേഷൻ ഉണ്ടോ എന്ന് നോക്കും. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ടും പോകുന്നത് ഈ കൺട്രോൾ എന്ന ഫംഗ്ഷനിലാണ്. ഇനി അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മാനേജറി ഫംഗ്ഷനാണ്. കൺട്രോൾ ഈസ് എ മാനേജറി ഫംഗ്ഷൻ. നമുക്കതറിയാം. മാനേജറി ഫംഗ്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജറി ഫംഗ്ഷനിൽ 5th വണ്ണായിട്ട് വരുന്ന മാനേജറി ഫംഗ്ഷനാണ്. എല്ലാ മാനേജേഴ്സും ചെയ്യേണ്ടതായിട്ടുള്ള ഫംഗ്ഷനാണ് ഈ കൺട്രോളിങ് എന്ന് പറയുന്നത്. 9th വൺ, കൺട്രോൾ ഇൻവോൾവ്സ് റിവ്യൂ ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്. അതായത് പാസ്റ്റ് ഇവൻറ്റ്സ് നമ്മളൊരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കിതിന് മുമ്പ് ഈ ആക്ടിവിറ്റി ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡീവിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്റ്റ് ഇവൻറ്റിനെയും ഈ ഒരു കൺട്രോളിങ് പ്രോസസ്സിൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത്രയും 9 കാര്യങ്ങളാണ് ഫീച്ചേഴ്സായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ. എന്തുകൊണ്ടാണ് കൺട്രോളിങ് എന്നൊരു ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഫസ്റ്റ് വൺ, ഗൈഡ് ടു ഓപ്പറേഷൻ. അതായത് ഒരു വർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനൊരു വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് ഈ കൺട്രോളിങ് പ്രോസസ്സ് പ്രവർത്തിക്കുന്നു. കൺട്രോൾ ഗൈഡ്സ് ദ ഓർഗനൈസേഷൻ ആൻഡ് കീപ്സ് ഇറ്റ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ റൈറ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. അതായത് ഈ പ്ലാനിങ്ങിൻ്റെ ബേസിസിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി അതിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോളിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. രണ്ടാമത് പോളിസി വെരിഫിക്കേഷൻ. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓർഗനൈസേഷനിൽ ഫോം ചെയ്ത് വെച്ചേക്കുന്ന പോളിസീസ് ഉണ്ടായിരിക്കും, പ്ലാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ആ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെയാണ് പോകുന്നത്, ആ പോളിസിക്കനുസരിച്ചാണ് പോകുന്നത് എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യുന്നതും ഈ കൺട്രോളിങ് പ്രോസസ്സിൽ ആണ്. തേർഡ് വൺ, മാനേജറിയൽ റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ ഓരോ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സബോർഡിനേറ്റ്സ് പ്രോപ്പർ കൺട്രോൾ ചെയ്താണ് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു കൺട്രോളിംഗ് ഉണ്ട്, മാനേജർക്ക് ഒരു കൺട്രോളിംഗ് പവർ ഉണ്ടെന്നുള്ള കാര്യം അതൊരു മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സൈക്കോളജിക്കൽ പ്രഷർ. ഞാൻ പറഞ്ഞു ഇത് സബോർഡിനേറ്റ്സിനെ അല്ലെങ്കിൽ ഒരാളുടെ കീഴിലുള്ളവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് സൈക്കോളജിക്കൽ പ്രഷറാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവരിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ജോലി ബെറ്ററായിട്ട് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞേക്കുന്ന പ്ലാൻസ് അനുസരിച്ച് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രഷർ സൈക്കോളജിക്കലി തന്നെ ഒരു പ്രഷർ കൊടുക്കുന്ന ഒരു കാര്യമാണ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, കോർഡിനേഷൻ ഇൻ ആക്ഷനിലുള്ള കോർഡിനേഷൻ. ഓരോ ആക്ടിവിറ്റിയിലും അല്ലെങ്കിൽ ഓരോ ആക്ഷനും എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ടാണ് പറയുന്നത്. 6 വൺ, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഇംപ്രൂവ് ചെയ്യാനായിട്ട്. An organization is considered to be efficient and effective when it achieves its objective. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ കൺട്രോളിംഗ് ഉണ്ടായിരിക്കണം.
അനദർ ഇമ്പോർട്ടൻസ് ഈസ് എംപ്ലോയി മൊറൈൽ. എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. കൺട്രോൾ ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ ദ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ അവിടെ ഒരു മൊറൈൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ഓർഗനൈസേഷൻ പോകാനായിട്ട് കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നു. 8th വൺ, ബേസിസ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. ഞാൻ പറഞ്ഞു നമ്മൾ ഫ്യൂച്ചർ നോക്കിയാണ്, ഫ്യൂച്ചറിലുള്ള ഒബ്ജക്റ്റീവ്, ഫ്യൂച്ചറിൽ അച്ചീവ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞു. അതാണ് അടുത്ത ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫ്യൂച്ചർ ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോളിങ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. ലാസ്റ്റ് വൺ, ഫെസിലിറ്റേറ്റ്സ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെലഗേറ്റ് ചെയ്യുകയാണ്. പ്രോപ്പർ കൺട്രോളിങ് ഉണ്ടെങ്കിൽ ഒരു മാനേജർക്ക് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിന് ഡീസെൻട്രലൈസ് ചെയ്യുകയോ ഡെലഗേറ്റ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ ആ മാനേജർക്ക് ആ ഒരു കൺട്രോളിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയണം ഇനിയിപ്പോൾ എന്താണ് ഈ കൺട്രോളിങ്ങിന് വരുന്ന കുറച്ച് ലിമിറ്റേഷൻസ്. ഫസ്റ്റ് തന്നെ പറഞ്ഞേക്കുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതായത് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളാണ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള കുറേ കാര്യങ്ങൾ, ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പോളിസി ആയിരിക്കും, ഇല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന പുതിയൊരു സ്ട്രാറ്റജി ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നോളജി പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മുടെ ബിയോണ്ട് ദ കൺട്രോളാണ്, നമ്മുടെ കൺട്രോളിന് അപ്പുറത്താണ്. അതുകൊണ്ട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ഫസ്റ്റ് ലിമിറ്റേഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ, ആബ്സെൻസ് ഓഫ് പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഓൾറെഡി. ഈ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് നോക്കിയിട്ടാണ് കൺട്രോളിങ് പ്രോസസ്സ് പോകുന്നതെന്ന് പറഞ്ഞു. സ്റ്റെപ്സ് പഠിക്കുമ്പോഴും നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റി ഉള്ളതല്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു ക്വാളിഫിക്കേഷനുള്ള ആളല്ല സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ പിന്നെ ആക്ച്വൽ പെർഫോമൻസ് നോക്കി രണ്ടും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡിൻ്റെ അഭാവം അത് ശരിക്കും പറഞ്ഞ ഒരു ലിമിറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലിമിറ്റേഷൻ പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ ഫിക്സിങ് റെസ്പോൺസിബിലിറ്റി. ഇവിടെ പറയുന്നത് വലിയ വലിയ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ജോലി ചെയ്യാനായിട്ട് ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈ ഒരേ റെസ്പോൺസിബിലിറ്റി ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പം കൺട്രോളിംഗ് പ്രോസസ്സ് അവിടെ കുറച്ച് ഡിഫിക്കൽട്ടാണെന്നാണ് പറയുന്നത്. വലിയ ഓർഗനൈസേഷൻ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ലോട്ട് ഓഫ് എംപ്ലോയീസ് കാണും. അപ്പോൾ അവർക്ക് ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയും അവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യം, ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം ഡിഫിക്കൽട്ടാണെന്നാണ് അടുത്ത ലിമിറ്റേഷൻ. ഫോർത്ത് ലിമിറ്റേഷൻ പറയുന്നത് എക്സ്പെൻസീവ് പ്രോസസ്സ്. അപ്പോൾ ഈ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആയിട്ടൊരു പ്രോസസ്സാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കൂടുതൽ ടൈം വേണം ഈ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിന്. അതുപോലെ തന്നെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പെൻസീവ് പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് ലിമിറ്റേഷൻ പറയുന്നത് ഓപ്പോസിഷൻ ഫ്രം സബോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി ഈ കൺട്രോളിങ് ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? സബോർഡിനേറ്റ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ കൺട്രോളിങ് വരുമ്പം ആ ഒരു കൺട്രോളിങ് ഇഷ്ടപ്പെടാതെ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തുനിന്ന് ഓപ്പോസിഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അവരത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലിമിറ്റേഷനായിട്ട്, കൺട്രോളിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഈ ഒരു ടൈപ്സ് ഓഫ് കൺട്രോൾ, പ്രോസസ് ഓഫ് കൺട്രോൾ രണ്ടെണ്ണം വരുന്നുണ്ട്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോർഷനാണ്. ടൈപ്സ് ഓഫ് കൺട്രോൾ നിങ്ങൾക്ക് ഇപ്പോൾ ബി പാർട്ടിലൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ പ്രോസസ്സ് വരുമ്പോൾ ഒരു 15 മാർക്കിൻ്റെ എസ്ഐക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞിരിക്കുന്നത് പ്രോസസ്സ് ഓഫ് കൺട്രോൾ പറഞ്ഞേക്കുന്നത്. ടൈപ്സ് ഓഫ് കൺട്രോൾ നോക്കിക്കേ, 4 രീതിയിലുള്ള കൺട്രോൾ ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, പ്രിലിമിനറി കൺട്രോൾ. പ്രിലിമിനറി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റത്തെ ആ ഒരു സെൻറ്റൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇറ്റ് ഈസ് എ കൺട്രോൾ ഡിവൈസ് വിച്ച് ദ മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ജസ്റ്റ് ഇൻ അഡ്വാൻസ് ഓഫ് ദി പെർഫോമൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി. അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ ഒരു എന്താ പറയുക കൺട്രോൾ കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം കൺട്രോൾ എന്ന രീതിയിൽ ഉള്ള കൺട്രോൾ ഡിവൈസാണ് പ്രിലിമിനറി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് കൺകറൻറ്റ് കൺട്രോൾ. ഇപ്പോൾ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ പേര് പോലെ അറിയാം, നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യുക. ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൺട്രോളിങ് കൊടുക്കുന്നതിന് പ്രിലിമിനറി കൺട്രോൾ എന്ന് പറയുന്നത്. കൺകറൻറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് ദ പെർഫോമൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ, അതിനാണ് കൺകറൻറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺകറൻറ്റ് കൺട്രോളിനകത്താണ് ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരൊരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. അതുപോലെ അസസ്മെൻറ്റ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹയർ അതോറിറ്റിക്ക് സെൻഡ് ചെയ്യുന്നു. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൺകറൻറ്റ് കൺട്രോളിൽ വരുന്നത്. തേർഡ് വൺ,
പോസ്റ്റ് കൺട്രോൾ ഓർ ഫീഡ്ബാക്ക് കൺട്രോൾ. ഇൻ സർട്ടൺ കേസസ് ഇറ്റ്സ് പോസിബിൾ ടു കൺട്രോൾ ദ ആക്ടിവിറ്റി ഓൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി വർക്ക്. അപ്പോൾ ചില കേസുകളിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞ് കൺകറൻറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ ചിലത് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചില ടാസ്കുകൾ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെഷർ ചെയ്യാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. ഓൺലി ആഫ്റ്റർ കംപ്ലീഷൻ ദ ടാസ്ക്, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അസസ്മെൻറ്റ് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് പോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് അക്കൗണ്ടിങ് എക്സാമ്പിൾ പറയുന്ന അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും പോസ്റ്റ് കൺട്രോൾ, അതായത് അക്കൗണ്ടിങ് റെക്കോർഡ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അത് അവസാനിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എങ്ങനെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആ ഡിവൈസിനെയാണ് ഫീഡ്ബാക്ക് കൺട്രോളർ പോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ പ്രഡിക്റ്റീവ് കൺട്രോൾ. പ്രഡിക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പ്രഡിക്റ്റ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിലോട്ടുള്ള ആക്ടിവിറ്റി. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് കൺട്രോൾ ആൻറ്റിസിപ്പേറ്റ് ദ പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ് ഇൻ ഫ്യൂച്ചർ ആൻഡ് ഐഡൻറ്റിഫൈസ് ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു ഓവർകം ദെൻ. അതായത് ഭാവിയിൽ വരാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഓൾറെഡി പ്രഡിക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കൺട്രോൾ ഡിവൈസിനാണ് പ്രഡിക്റ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ക്യാഷ് ബജറ്റ്, അതുപോലെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, അതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 4 രീതിയിലുള്ള കൺട്രോളിങ് ആണ് വരുന്നത്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ടുള്ളത്, കൺകറന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉള്ള കൺട്രോൾ, പോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിക്ക് ശേഷമുള്ളത്, പ്രഡിക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന കൺട്രോൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോസസ് ഓഫ് കൺട്രോൾ ഓർ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് നമ്മുടെ കൺട്രോളിങ് പ്രോസസ്സ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന അതിനുള്ള 5 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്. നമ്മൾ ഏതൊരു കൺട്രോളിങ് പ്രോസസ്സ് തുടങ്ങുമ്പോഴും ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വൽ പെർഫോമൻസിനെ എന്തിൻ്റെ ബേസിസിലാണോ കമ്പയർ ചെയ്യേണ്ടത് അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഇൻഡിക്കേറ്റ്സ് എ ക്രൈറ്റീരിയ against which actual performance is measured. അപ്പോൾ ഇതൊരു പക്ഷേ 2 രീതിയിലാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടൈമിലാകാം, ക്വാളിറ്റേറ്റീവ് ടൈമിലാകാം. അപ്പം നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എന്തിനെ വെച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മണി വാല്യൂവിൽ നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബജറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ന്യൂമറിക്കലിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ന്യൂമറിക്കലായിട്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്. ചില ഏരിയാസിൽ നമുക്ക് ഈ ന്യൂമറിക്കലായിട്ടുള്ള കാര്യം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുഡ് വില്ല്, അതുപോലെ മോട്ടിവേഷൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഇതിനെയൊക്കെ സംബന്ധിച്ച് നമുക്ക് ഇത്ര മോട്ടിവേറ്റഡായി അല്ലെങ്കിൽ ഇത്ര പേർ മോട്ടിവേറ്റഡ് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൽ വരുമ്പോഴത്തേനും ഒരു പേഴ്സണൽ ഒബ്സർവേഷനോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവരെ സമീപിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പം 2 രീതിയിൽ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ടേമിലും ക്വാളിറ്റേറ്റീവ് ടേമിലും നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കാം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എന്തിൻ്റെ ബേസിസിലാണോ മെഷർ ചെയ്യേണ്ടത് ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുക. നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞേക്കുന്നത്. മെഷർമെൻറ്റ് ബിക്കംസ് ഈസി വെൻ ദ കൺസേൺ ഹാസ് ക്ലിയർലി ലേ ഡൗൺ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. മെഷർമെൻറ്റ് ഡിക്റ്റേറ്റ്സ് ഡീവിയേഷൻസ് അറ്റ് ദി ഇയർലിസ്റ്റ് ദെൻ ഇറ്റ് വിൽ ഇനേബിൾ അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇൻ ഫ്യൂച്ചർ. അപ്പം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മെഷർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ആ സേർലിയാസ് നമുക്ക് എത്രയും വേഗം തന്നെ അത് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. തേർഡ് വൺ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ആൻഡ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡിനെയും സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ മെഷർ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പായിട്ട് പറഞ്ഞേക്കുന്നത്. ദിസ് കമ്പാരിസൺ വിൽ റിവീൽ ദ ഡീവിയേഷൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ഡിസൈർഡ് റിസൾട്ട്. അപ്പം നമ്മൾ
നമ്മുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും നമ്മൾ ആക്ച്വലായിട്ട് പെർഫോം ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ? അതായത് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡിൻ്റെ അത്ര എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് അതിലും നല്ല ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും നമ്മൾ ആക്ച്വലായിട്ട് പെർഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് തമ്മിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് മെഷർ ചെയ്യുക അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് 4th സ്റ്റെപ്പ് അനാലിസിസ് ഓഫ് ഡീവിയേഷൻ. അപ്പം ഈ ഒരു എല്ലാ സ്റ്റെപ്സും കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നു രണ്ട് ആക്ച്വലും, അതായത് ആക്ച്വൽ പെർഫോമൻസും നമ്മുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്തതിന് ശേഷം 4ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഡീവിയേഷൻസ് ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അനാലിസിസ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻസ് വന്നേക്കുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് ഡീവിയേഷൻസ് വന്നേക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് 4th സ്റ്റെപ്പിൽ വന്നേക്കുന്നത്. അതിനുശേഷം ഈ മെഷർ ചെയ്ത് അല്ലെങ്കിൽ ഈ ഡിറ്റക്റ്റ് ചെയ്തേക്കുന്ന ഡീവിയേഷൻസിനെ അനാലിസിസ് നടത്തി മാനേജർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതും ഈ ഒരു സ്റ്റെപ്പിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദ മാനേജേഴ്സ് ടേക്ക് നെസസറി കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഈ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം ടോപ്പ് മാനേജ്മെൻറ്റിലോട്ട് നമ്മൾ റിപ്പോർട്ട് കൈമാറുകയാണെങ്കിൽ അതിനുള്ള കറക്റ്റീവ് ആക്ഷൻ എടുക്കാനായിട്ട് നമ്മുടെ മാനേജേഴ്സ് ശ്രമിക്കും. അപ്പോൾ 5th വൺ പറഞ്ഞേക്കുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞേക്കുന്നത് ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻ. അപ്പം നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡീവിയേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അനാലിസിസ് നടത്തിയതിന് ശേഷം 5th സ്റ്റെപ്പായിട്ട് പറഞ്ഞേക്കുന്നത് റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻ. ഈ ഡീവിയേഷൻസ് മാറ്റാനായിട്ട് അല്ലെങ്കിൽ ഈ ഡിഫറൻസ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് അത് മാറ്റാനായിട്ട് റെമഡിയൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് കൺട്രോളിങ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞേക്കുന്നത്. ഈ കറക്റ്റീവ് ആക്ഷൻ ഒരു പക്ഷേ സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്തുകൊണ്ടായിരിക്കും, നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം ഇങ്ങനെ ഒരു ഡിഫറൻസ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡിനൊന്നും കൂടി റിവൈസ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് കൊടുത്തേക്കുന്ന അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന ടാസ്കിനെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇനിയിപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടാസ്ക് അസൈനിങ് അല്ല നടന്നെങ്കിലും ഇങ്ങനെ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഒന്നും കൂടി റിവൈസ് ചെയ്യുക, ഒന്നെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന ടാസ്കുകളൊന്ന് ചേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നു ട്രെയിനിങ് കൊടുക്കുക, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക. ഒരു പക്ഷേ ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഇല്ലാത്ത മൂലമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഡീവിയേഷൻ വന്നതെങ്കിൽ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു റെമഡിയൽ ആക്ഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ ടെക്നിക്ക് ഓഫ് ഡയറക്റ്റ് ചെയ്തതിൽ അല്ലെങ്കിൽ ലീഡർഷിപ്പ് വഹിച്ചതിൽ വന്നേക്കുന്ന എന്തെങ്കിലും ഒരു തെറ്റാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു റെമഡിയൽ ആക്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റീവ് ആക്ഷനായിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കൺട്രോളിങ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 കണക്റ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് വഴിയാണ് പോകുന്നത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, രണ്ടാമത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ്, നമ്മൾ ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. 4th വൺ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് അനാലിസിസ് നടത്തുക. ആൻഡ് ലാസ്റ്റ് വൺ ഈ ഡീവിയേഷൻസ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള റെമഡിയൽ അല്ലെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. ഇനി അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കൺട്രോൾ. അപ്പോൾ എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ കൺട്രോൾ നടത്തുന്നത്, നമ്മൾ സ്റ്റെപ്സ് പഠിച്ചു. നെക്സ്റ്റായിട്ട് വന്നേക്കുന്നത് ടെക്നിക്കുകൾ, നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തൊക്കെ ടെക്നിക്കിലാണ് യൂസ് ചെയ്യുന്നത്. 2 രീതിയിലാണ്, ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ട്. അപ്പം ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ തുടങ്ങിയിരിക്കുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ബജറ്റ് പ്രിപ്പയർ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ പേഴ്സണൽ ഒബ്സർവേഷൻ നടത്തുക, അല്ലെങ്കിൽ ഓരോരുത്തരെ പേഴ്സണലായിട്ട് ചെന്ന് നോക്കി അവരെ കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ്, പുതിയ എറ ഓഫ് ബിസിനസ്സിൽ വന്നിരിക്കുന്ന കുറച്ച് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ട്രഡീഷണൽ ടെക്നിക്സിന് തന്നെ ഇവിടെ 2ആയിട്ട് തിരിച്ചേക്കുവാണ്. നമ്മുടെ ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് ഉണ്ട്, നോൺ ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് ഉണ്ട്. നമുക്കറിയാം ബജറ്ററി കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്ത് അതുവഴി നമ്മൾ കൺട്രോളിങ് കൊടുക്കുന്നതിനാണ് ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. നോൺ ബജറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററി അല്ലാതെ അല്ലെങ്കിൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യാതെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ടെക്നിക്കാണെങ്കിൽ നോൺ ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചോണം. കാരണം നമുക്ക് 152-ാമത്തെ പേജിൽ നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണൽ ടെക്നിക്സ് ഉണ്ട്, മോഡേൺ ടെക്നിക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രഡീഷണൽ ടെക്നിക്സിനകത്ത് ബജറ്ററി കൺട്രോൾ ഉണ്ട്, നോൺ ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞേക്കുന്നത് ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ബജറ്ററി കൺട്രോൾ എന്താണെന്ന് പറഞ്ഞേക്കുന്നത്
പേജ് നമ്പർ 155. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബജറ്ററി കൺട്രോൾ ടെക്നിക്സും നോൺ ബജറ്ററി കൺട്രോൾ ടെക്നിക്സും 2 ഹെഡിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ബജറ്ററി കൺട്രോളിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത് പേജ് നമ്പർ 155. അപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രോപ്പർ കൺട്രോളിങ് നടത്തുന്നതിന്. ബജറ്ററി കൺട്രോൾ ഇസ് എ സിസ്റ്റം വിച്ച് യൂസസ് ബജറ്റ്സ് ആസ് എ മീൻസ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഇൻ ദ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബജറ്റിനെ ഒരു മീൻസായിട്ട് അല്ലെങ്കിൽ ബജറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൺട്രോൾ നടത്തുന്നതിനെയാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, ഇതിനകത്തുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഈ ബജറ്ററി കൺട്രോൾ അല്ലെങ്കിൽ ബജറ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്സാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്. ഒരു ബജറ്റ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുക. സെക്കൻഡ് വൺ, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ റിസൾട്ട്. നമ്മുടെ ആക്ച്വൽ ബജറ്റ് ഓൾറെഡി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോൾ ടെക്നിക്ക് തന്നെ, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, അതുപോലെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക. ഈ ഇത് തന്നെയാണ് ഈ ബജറ്റ് കൺട്രോളും വരുന്നത്. ഒരു വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് വൺ നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. സെക്കൻഡ്, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ്, നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പോൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുക. തേർഡ് വൺ പറഞ്ഞേക്കുന്നത്, ഈ ആക്ച്വലിനെ ഈ ബജറ്റ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. ലാസ്റ്റ് ഒരു പുതിയ ബജറ്റ് അല്ലെങ്കിൽ റിവൈസ്ഡ് മോഡിഫൈ ചെയ്തൊരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ബജറ്ററി കൺട്രോളിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വേറെ ഫർദർ എക്സ്പ്ലനേഷൻ തന്നില്ല, കാരണം നമ്മുടെ കൺട്രോളിങ് ടെക്നിക്കിനകത്ത് വരുന്ന അതേ സ്റ്റെപ്സ് തന്നെയാണ്. ഒരു വ്യത്യാസമുള്ളൂ, നമ്മൾ സ്റ്റാൻഡേർഡിന് പകരം ഇവിടെ ബജറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിന് പകരം ബജറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇനി ബാക്കി വരുന്നത് 153 പേജിൽ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് ബജറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ബജറ്റ് എന്താണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സോ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രസൻറ്റ്സ് ദ പ്ലാൻസ്, പോളിസീസ് ആൻഡ് ഗോൾസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഇൻ ഫ്യൂച്ചർ. അപ്പോൾ നമ്മളൊരു ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു അക്കൗണ്ടിങ് ഇയറിലോട്ട് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്യൂച്ചർ ഒരു കാലയളവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പ്ലാനിനെ അല്ലെങ്കിൽ പോളിസീസിനെയൊക്കെ നമ്മൾ ന്യൂമറിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് ഈസ് എക്സ്പ്രസ് ഇൻ മോണിറ്ററി ടേംസ്. ഇറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ഫോർ എ ഇയർ. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റാൻഡേർഡ് ഫോർ കമ്പാരിസൺ വിത്ത് ദ റിസൾട്ട് ആക്ച്വലി അച്ചീവ്ഡ്. അപ്പോൾ നമ്മുടെ ബജറ്ററി കൺട്രോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് നമ്മൾ ആക്ച്വൽ വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ ഡീവിയേഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ മോണിറ്ററി ടേംസിൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ ഫ്യൂച്ചറിലോട്ടുള്ള ആക്ഷൻ പ്ലാനിനെയാണ് ബജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ എൻ്റെ ബജറ്റിന് അതിൻ്റെ ഫംഗ്ഷൻ്റെ ബേസിസിൽ തിരിച്ചിട്ടുണ്ട്. ഓരോ ബജറ്റും എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ടൈപ്സ് ഓഫ് ബജറ്റ് വന്നേക്കുന്നത്. ഇത് എ പാർട്ടിലൊക്കെ സാധാരണ രീതിയിൽ വരാനുള്ളതാണ്. ഓരോ ബജറ്റ് ചോദിച്ചിട്ട് എന്താണ് ഈ സെയിൽസ് ബജറ്റ് എന്താണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബജറ്റ് എന്താണ്, ഇങ്ങനെയുള്ള എ പാർട്ടിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ബജറ്റ്. ഫസ്റ്റ് വൺ സെയിൽസ് ബജറ്റ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടത്തി അല്ലെങ്കിൽ ഒരു സെയിൽ നടത്തുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബജറ്റാണ് സെയിൽസ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് ബജറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ബാക്ക് ബോൺ ആണെന്നാണ് പറയുന്നത്. എ സെയിൽസ് ബജറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് സെയിൽസ് ഡ്യൂറിങ് എ ബജറ്റ് പീരീഡ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ പീരീഡിലോട്ട് എത്രത്തോളം സെയിൽസ് നടത്തണമെന്ന് നമ്മളൊരു എസ്റ്റിമേറ്റ് എടുത്ത് ആ ഒരു ബജറ്റ് ഫോമിൽ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് സെയിൽസ് ബജറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ ബജറ്റ്. പ്രൊഡക്ഷൻ ബജറ്റ് എന്ന് പറയുമ്പം സെയിൽസ് ബജറ്റുമായിട്ട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. നമ്മൾ ഈ വരുന്നൊരു ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈമിലേക്ക് എത്രത്തോളം പ്രൊഡക്ഷൻ നടത്തണം, അതായത് സെയിൽസ് ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രൊഡക്ഷൻ ബജറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന സെയിൽസിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രൊഡക്ഷൻ നടത്തേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിലോട്ട് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റഡ് പീരീഡിലോട്ട് നമ്മുടെ പ്രൊഡക്ഷൻ എത്രത്തോളം ആവണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പ്രൊഡക്ഷൻ ബജറ്റ് എന്ന് പറയുന്നു. അതുപോലെ സെയിൽസ് മാത്രം നോക്കിയല്ല, നമ്മുടെ പ്ലാന്റ്, നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി കപ്പാസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി, പവർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, വെയർഹൗസ് ഫെസിലിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് പ്രൊഡക്ഷൻ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന
പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ്, അത് ഈ പ്രൊഡക്ഷൻ ബജറ്റിൻ്റെ ഒരു സബായിട്ട് വരുന്നതാണ്. പ്രൊഡക്ഷൻ ബജറ്റ് പ്രൊവൈഡ്സ് എ ബേസിസ് ഓഫ് പ്രിപ്പയറിംഗ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ്പെൻസസ് ടു ബി ഇൻക്വേർഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് യൂണിറ്റിലായിരിക്കും ഒരു പക്ഷേ കാണിക്കുന്നത്. ഇത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അടുത്ത നെക്സ്റ്റ് കുറച്ച് നാളത്തേന് ഇത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് പ്രൊഡക്ഷൻ ബജറ്റ് എന്ന് പറയുന്നത്. അതിന് ഇത്ര കോസ്റ്റ് ആകും, അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസ് ആകുമെന്നും കൂടി ചേർത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ബജറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബജറ്റ്. അപ്പോൾ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിനെ നമുക്ക് സെയിൽ നടത്താൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് നടത്താനായിട്ട് വരുന്ന അഡ്വർടൈസ്മെൻറ്റ്, അതിനൊക്കെ വരുന്ന എക്സ്പെൻസ് എത്രയാണെന്നുള്ളതും അതിനെ എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുന്നതിന് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബജറ്റ് എന്ന് പറയുന്നു. മെറ്റീരിയൽ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം മെറ്റീരിയൽ ആവശ്യമുണ്ട്, ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് എത്രത്തോളം റോ മെറ്റീരിയൽ ആവശ്യമുണ്ട് എന്നതിന് അനുസരിച്ച് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് മെറ്റീരിയൽ ബജറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഡയറക്റ്റ് ലേബർ ബജറ്റ്, എത്ര ലേബേഴ്സിനെ വേണം, നമ്മൾക്കൊരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് എത്രത്തോളം ലേബേഴ്സിനെ ആവശ്യമുണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് ഡയറക്റ്റ് ലേബർ ബജറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വരുന്നത് ക്യാഷ് ബജറ്റ്. നമുക്ക് ക്യാഷ് ബജറ്റാണ് സാധാരണ രീതിയിൽ നോർമലി കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ക്യാഷ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഡ്യൂറിങ് എ ഫ്യൂച്ചർ പീരിയഡ് ഓഫ് ടൈം. ഭാവിയിലോട്ടൊരു നിശ്ചിത സമയത്തേക്ക് എത്രത്തോളം പേയ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് റെസിപ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഇതിനനുസരിച്ച് ക്യാഷിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിനെ സംബന്ധിച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനെ ക്യാഷ് ബജറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, എമൗണ്ട് റിക്വയർഡ് ടു റീപ്ലേസ് ദ എക്സിസ്റ്റിംഗ് ഫിസിക്കൽ അസറ്റ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഒരു മെഷീനറി റീപ്ലേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരെണ്ണം പുതിയതായിട്ട് അക്വയർ ചെയ്യണമെങ്കിൽ, ഇങ്ങനെയൊക്കെ വരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻ ബേസിസിൽ ബജറ്റിനെ തിരിച്ചേക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ്. ഫ്ലെക്സിബിൾ ബജറ്റ്, പെർഫോമൻസ് ബജറ്റ് ആൻഡ് സീറോ ബേസ് ബജറ്റിംഗ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈപ്സ് ഓഫ് ബജറ്റിനകത്ത് വരുന്നതല്ല, ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ബജറ്റിന് തിരിച്ചേക്കുന്നതാണ്. അത് ഫസ്റ്റ് ആണ് ഫ്ലെക്സിബിൾ ബജറ്റിംഗ്. ഫ്ലെക്സിബിൾ ബജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഓർഗനൈസേഷൻ ഒരു പക്ഷേ 100% കപ്പാസിറ്റിയിലായിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് അത് 60%-ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു 50% കപ്പാസിറ്റിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ 50%-ൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു 60 or 75% കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ബജറ്റിനെ, ഇപ്പോഴൊരു 50%-ൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബജറ്റിനെ 60 or 70 കപ്പാസിറ്റിയിലോട്ട് നമ്മൾ മാറ്റുന്നു, എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ബജറ്റിനെയാണ് ഫ്ലെക്സിബിൾ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഫ്ലെക്സിബിൾ ബജറ്റ് ഈസ് എ ബജറ്റ് ഡിസൈൻ ടു ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആക്ച്വലി ഡിസൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇപ്പോൾ പെർസെൻറ്റേജ് മാറും. അതായത് 50% കപ്പാസിറ്റിയിലായിരുന്നത് 60%-ലോട്ട് മാറുന്നു, അല്ലെങ്കിൽ 80%-ലോട്ട് മാറ്റുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബജറ്റിനെ നമ്മുടെ ലെവൽ ഓഫ് കപ്പാസിറ്റി മാറുമ്പോൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയുള്ള ബജറ്റാണ് ഫ്ലെക്സിബിൾ ബജറ്റിംഗ് എന്ന് പറയുന്നത്. എ ഫ്ലെക്സിബിൾ ബജറ്റ് ഈസ് മോർ റിയലിസ്റ്റിക് ആൻഡ് പ്രാക്ടിക്കൽ. അതായത് ഫിക്സഡ് ആയിട്ട് ഒരു വർഷത്തേന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാതെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ടൈമിൽ നമ്മുടെ കപ്പാസിറ്റി ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ബജറ്റ് ചേഞ്ച് ചെയ്യുന്ന, അങ്ങനെ ഫ്ലെക്സിബിൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കൂടുതലായിട്ടും ഇപ്പോൾ ഫ്യൂച്ചർ ചേഞ്ചിന് കോപ്പ് ചെയ്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പെർഫോമൻസ് ബജറ്റ്. അപ്പോൾ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഫ്ലെക്സിബിളാണ്, ഡൈനാമിക് ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതിനെ ഫ്ലെക്സിബിൾ ബജറ്റ് എന്ന് പറഞ്ഞു. പെർഫോമൻസ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് നമ്മുടെ പെർഫോമൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. നമ്മൾ എത്ര മണി സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ചിലവായെന്നുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ എൻഡ് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതിനെ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ബജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹൈലൈറ്റ്സ് ദ എൻഡ് റിസൾട്ട് ടു ബി അച്ചീവ്ഡ് റാദർ ദാൻ ദ മണി ടു ബി സ്പെൻഡ്. നമ്മൾ എത്രത്തോളം മണി സ്പെൻഡ് ചെയ്തു എന്നതിനേക്കാൾ ഉപരി നമ്മൾ എത്രത്തോളം റിസൾട്ട് അക്വയർ ചെയ്തു, എത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നനുസരിച്ച് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് പെർഫോമൻസ് ബജറ്റിംഗ് എന്ന് പറയുന്നത്.
ഇറ്റ് റിവീൽസ് വെദർ ദ ഓർഗനൈസേഷൻ ഈസ് ഗെറ്റിംഗ് ആഡിക്വേറ്റ് റിസൾട്ട് ഫോർ ദ മണി സ്പെൻഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്ത മണിക്കനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ ആക്ച്വലും നമ്മുടെ ബജറ്റും വെച്ച് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സീറോ ബേസ് ബജറ്റിംഗ്. അടുത്ത മെത്തേഡ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അടുത്തൊരു മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത് സീറോ ബേസ് ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിരിക്കുന്ന രീതി അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയറിനെ നമ്മൾ ബേസ് ആയിട്ട് എടുക്കും. അതായത് പ്രീവിയസ് ഇയറിൽ ഇത്ര ആയി, ഇനി അടുത്ത ഈ വരുന്ന ഫ്യൂച്ചറിൽ ഏകദേശം ഇത്ര പെർസെൻറ്റേജ് കൂടി കൂട്ടി നമുക്ക് വക മാറ്റി വെക്കണം, അല്ലെങ്കിൽ മാറ്റി വെക്കണം എന്നനുസരിച്ച് നമ്മൾ പ്രീവിയസ് ഇയറിനെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ഓരോ ബജറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ സീറോ ബേസ് ബജറ്റിങ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രീവിയസ് ഇയറിനെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ബേസ് ആയിട്ട് എടുക്കുന്നില്ല. പകരം എപ്പോഴും സീറോ, ആ പേരിൽ നിന്ന് തന്നെ അറിയാം, സീറോയിൽ നിന്ന് തുടങ്ങുന്ന ബജറ്റിനെയാണ് സീറോ ബേസ് ബജറ്റ് എന്ന് പറയുന്നത്. ഇൻ സീറോ ബേസ് ബജറ്റിംഗ് എവറി ഇയർ ഈസ് ടേക്കൺ ആസ് എ ന്യൂ ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ ഈസ് നോട്ട് ടേക്കൺ ആസ് എ ബേസ്. സീറോ ഈസ് ടേക്കൺ ആസ് എ ബേസ്. അപ്പോൾ സീറോയെ ഒരു ബേസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് സീറോ ബേസ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്ററി കൺട്രോൾ ടെക്നിക്സിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബജറ്ററി കൺട്രോളിൽ സ്റ്റെപ്സ് പഠിച്ചു, ടൈപ്സ് ഓഫ് ബജറ്റും അതുപോലെ മെത്തേഡ് അനുസരിച്ച് ബജറ്റിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതും പഠിച്ചു. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് നോൺ മോണിറ്ററി കൺട്രോൾ ടെക്നിക്സ്. എന്തൊക്കെയാണ്? ബജറ്റ് പ്രിപ്പയർ ചെയ്യാതെ തന്നെ നമ്മൾ കൺട്രോളിങ് സ്മൂത്തായിട്ട് പോകാനുള്ള കുറച്ച് ടെക്നിക്സ് എന്നാണ് പറയാൻ പോകുന്നത്. നോൺ ബജറ്ററി കൺട്രോൾ ടെക്നിക്സിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മൾ ബജറ്ററി കൺട്രോളിനകത്ത് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ബജറ്റൊന്നും പ്രിപ്പയർ ചെയ്യാതെ തന്നെ നമ്മൾ കുറച്ചധികം ടെക്നിക്സ് യൂസ് ചെയ്ത് ബജറ്റ് പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ ബജറ്റിനെ ഒരു ബേസ് ആയിട്ട് എടുക്കാതെ മറ്റ് രീതിയിൽ നമ്മൾ ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഈ നോൺ ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു 8-10 എണ്ണം, നമുക്ക് 10-12 ടെക്നിക്സാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. കുറച്ചൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഫസ്റ്റ് വൺ, പേഴ്സണൽ ഒബ്സർവേഷൻ. അതായത് ഒരു വ്യക്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റി, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഒബ്സർവേഷൻ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് അറ്റ് ദി വർക്ക് പ്ലേസ്. അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കൺട്രോളിങ് ടെക്നിക്കാണ് ഈ പറഞ്ഞത്. ഒരു എംപ്ലോയീസ് അദ്ദേഹത്തിൻ്റെ വർക്ക് പ്ലേസിൽ ഒരു എംപ്ലോയി എത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്, ഇനി അദ്ദേഹത്തിന് നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് അനുസരിച്ച് അദ്ദേഹം പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പേഴ്സണൽ ഒബ്സർവേഷൻ വഴി കൺട്രോൾ ചെയ്യുന്നതാണ് ഒന്നാമത്തെ നോൺ ബജറ്ററി കൺട്രോൾ ടെക്നിക്സ്. രണ്ടാമത്തത് ഗുഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നെക്സ്റ്റ് ടെക്നിക്സ് എല്ലാവരും പറഞ്ഞേക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഒരു സൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി പ്രോപ്പറായിട്ടുള്ള കൺട്രോളിങ് നടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഗുഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എവരിബഡി നോസ് ദ പാർട്ട് ഹി ഹാസ് ടു പ്ലേ ആൻഡ് ഹൗ ഹിസ് റോൾ റിലേറ്റ്സ് ടു ദോസ് ഓഫ് അതേഴ്സ്. അപ്പം ഒരു നല്ലൊരു വെൽ സ്ട്രക്ചർ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിലുള്ള എംപ്ലോയീസിന് അവർക്കറിയാൻ സാധിക്കും എന്തൊക്കെ ജോലികളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും ആരെയൊക്കെയാണ് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളതും അറിയാൻ സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ഒരു ടെക്നിക്സ്, അല്ലെങ്കിൽ രണ്ടാമത് നമുക്കൊരു കൺട്രോൾ പ്രോപ്പറായിട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ഗുഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെ ടെക്നിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോളിങ് ടെക്നിക്സ് ആണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കിനെ ബേസ് ചെയ്തിട്ട് പെർസെൻറ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ റേഷ്യോ ആയിട്ടോ ആവറേജോ ഒക്കെ ആയിട്ട് നമ്മൾ വാല്യൂ എടുത്തിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന്, ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ രണ്ട് വർഷത്തെ അല്ലെങ്കിൽ ആവറേജ് എത്ര 2 വർഷത്തെ പ്രൊഡക്ഷൻ എടുത്തിട്ട് ആവറേജ് ഈ പ്രാവശ്യം കുറവായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ വർഷം കുറച്ചുകൂടി നന്നായിട്ട് പ്രൊഡക്ഷൻ നടത്താനായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഹൈ ആയിട്ട് പ്രൊഡക്ഷൻ നടത്താനായിട്ട് തീരുമാനിക്കും. ഇങ്ങനെ ആവറേജോ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ്, കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇത്ര ആയിരുന്നു, ഇത്ര പെർസെൻറ്റേജ് ആയിരുന്നു, ഈ വർഷം അതിൽ കൂടുതൽ വേണം എന്നൊക്കെ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സൽ ടൂൾ ഉപയോഗിച്ച് നമ്മൾ കൺട്രോളിങ് നടത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺട്രോൾ റിപ്പോർട്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, എക്സ്റ്റേണൽ ഓഡിറ്റ്. അടുത്തായിട്ട് കൺട്രോളിങ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നല്ലാതെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഓഡിറ്ററെ വെച്ച് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ ബിസിനസ്
ഓഡിറ്റ് ചെയ്യുകയും അതുപോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കണക്കും കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എല്ലാം ഓക്കെ ആണെന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീനെ സംബന്ധിച്ചൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺട്രോൾ ടെക്നിക്ക് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് അവർക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ നമ്മുടെ കമ്പനിയുടെ പൊസിഷൻ അറിയിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററെ വെച്ച് ഓഡിറ്റ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺട്രോളിങ് ടെക്നിക്കാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഓർഗനൈസേഷനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഡിറ്ററെ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും എവിടെയാണ് ഡീവിയേഷൻസ് ഉള്ളത്. ആ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റിങ് വഴി, അല്ലെങ്കിൽ ഓരോ ടൈം ഇൻ്റർവെല്ലിൽ, ചിലപ്പം ക്വാർട്ടർലി ആയിരിക്കും, ഇല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ ടൈമിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് നടക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങും പറഞ്ഞേക്കുന്ന ഒരു കൺട്രോളിങ് ടെക്നിക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഈ മാർജിനൽ കോസ്റ്റിംഗ് നമ്മളെ കൂടുതലായിട്ട് ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് പ്രോഫിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് ആവശ്യമാണ്. കാരണം ടോട്ടൽ കോസ്റ്റിനെ ഫിക്സ്ഡ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്ന് തിരിച്ചിട്ട് നമുക്കറിയാം. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന എമൗണ്ട്, അതിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും തിരിച്ചിട്ട്, ഫിക്സഡ് കോസ്റ്റ് ഒരു സർട്ടൻ ലിമിറ്റ് വരെയും ഫിക്സഡ് തന്നെ ആയിരിക്കും എന്നുള്ള അസംഷനിൽ നമ്മൾ നമ്മുടെ ഒരു ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പം എത്രത്തോളം നമുക്ക് കൂടുതൽ എക്സ്പെൻഡിച്ചർ വരും അല്ലെങ്കിൽ എത്രത്തോളം കോസ്റ്റ് കൂടുതൽ വരും എന്നനുസരിച്ചാണ് മാർജിനൽ കോസ്റ്റിംഗ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിലും മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് യൂസ് ചെയ്യുന്നതും ഇങ്ങനൊരു കൺട്രോൾ ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നതും. നെക്സ്റ്റ് വൺ ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നും പറയും. കാരണം ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ടും ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് അനലൈസസ് റിലേഷൻഷിപ്പ് എമംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വോളിയം ഓഫ് പ്രൊഡക്ഷൻ, വോളിയം ഓഫ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. ഈ 4 കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കി എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ വേണമെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിൽ കൺട്രോൾ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ഒരു കൺട്രോളിങ് ടെക്നിക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി 9ാമത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺട്രോൾ. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. കാരണം നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് തിരിച്ച് വെക്കുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആ ഒരു പർട്ടിക്കുലർ പീരീഡിലോട്ട് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ലോസ് എത്രത്തോളമായി, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്പയർ ചെയ്ത് എന്തെങ്കിലും എവിടെയാണ് ഡീവിയേഷൻ വന്നത്, ഇങ്ങനെ ഒരു ലോസ് വരുവാണെങ്കിൽ എങ്ങനെയാണ് ഡീവിയേഷൻ വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം പ്രോഫിറ്റ് ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിച്ച് അത് കമ്പയർ ചെയ്ത് കൺട്രോൾ നടത്തുന്നതാണ് അടുത്തൊരു മെത്തേഡായിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, സ്റ്റോക്ക്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോക്ക്, നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലെസ് കോസ്റ്റിൽ ഏറ്റവും ഗുഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബെറ്റർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന എൻഷുർ ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഏറ്റവും ചീപ്പസ്റ്റ് കോസ്റ്റിൽ ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആയിരിക്കണം ഒരു എസ്റ്റിമേഷനാണ് ഇൻവെൻട്രി കൺട്രോൾ പ്രോസസ്സ് പോകുന്നത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഇതൊരു കൺട്രോൾ ടെക്നിക്കാണ്. കാരണം ഇത് പ്രൊഡക്ഷൻ എത്രത്തോളം വേണമെന്ന് പ്ലാൻ ചെയ്യുന്നത് ബജറ്റൊന്നും പ്രിപ്പയർ ചെയ്യാതെ തന്നെ നമ്മുടെ ഫ്യൂച്ചറിലോട്ട് നമ്മുടെ പ്രൊഡക്ഷൻ എത്രയുണ്ടെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുകയും അതനുസരിച്ച് നമ്മൾ ടോട്ടൽ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ലാസ്റ്റ് വൺ കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്. അപ്പം കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റിനെ ഏറ്റവും മിനിമൈസ് ചെയ്തുകൊണ്ട് പോവുക, കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കോസ്റ്റ് കൺട്രോൾ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമ്മുടെ നോൺ ബജറ്റ് കൺട്രോൾ ടെക്നിക്സിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾ 12 എണ്ണവും പഠിച്ചെഴുതണം എന്നില്ല. ഏകദേശം ഒരു ഈസി ആയിട്ടുള്ളൊരു 8 എണ്ണമെങ്കിലും നിങ്ങൾ നോൺ ബജറ്റ് കൺട്രോൾ ടെക്നിക്സ് എന്താണെന്ന് ചോദിച്ചാൽ പറയാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം.
സോ നമ്മുടെ ട്രഡീഷണൽ ടെക്നിക്സായ ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് ആൻഡ് നോൺ ബജറ്ററി കൺട്രോൾ ടെക്നിക്സ് ഇത് രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് മെയിനായിട്ട് രണ്ട് രീതിയിലുള്ള ടെക്നിക്സാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്, ട്രഡീഷണൽ ടെക്നിക്സും മോഡേൺ ടെക്നിക്സും. ട്രഡീഷണൽ ടെക്നിക്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ബജറ്ററി കൺട്രോൾ ആൻഡ് നോൺ ബജറ്ററി കൺട്രോൾ ടെക്നിക്സ്. നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോൾ, അതായത് ഏറ്റവും മോഡേൺ ആയിട്ട് ബിസിനസ് ഫേമുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്സാണ് മോഡേൺ ടെക്നിക്സ് ഓഫ് കൺട്രോളിൽ വന്നേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 7 രീതിയിലുള്ള ടെക്നിക്സ്, മോഡേൺ ടെക്നിക്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ലാസ്റ്റ് പറഞ്ഞേക്കുന്ന 1-2 ടെക്നിക്സ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺട്രോളിങ് ഡിവൈസുകളാണ്. അപ്പം നമുക്ക് മോഡേൺ ടെക്നിക്സിൽ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ROI എന്ന് പറയും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ആനുപാതികമായിട്ട് റിട്ടേൺ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നടത്തുന്നത്. പ്രോഫിറ്റ് ഏൺഡ് ഇൻ റിലേഷൻ ടു ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻ എ ബിസിനസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ഡിവൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ മുതൽ മുടക്കിയേക്കുന്നതിന് ആനുപാതികമായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ബെറ്റർ കൺട്രോളിന് കീഴിലാണ് ആ ഓർഗനൈസേഷൻ പോകുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കണ്ടുപിടിക്കുന്നത് ഒരു ഫോമുല ഉപയോഗിച്ചാണ്. അതായത് ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ്, ഒരു വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ വർഷം ടോട്ടൽ ടാക്സും ഇൻട്രസ്റ്റൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കിട്ടിയേക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്മൾ ഇറക്കിയേക്കുന്ന ക്യാപിറ്റൽ, എത്ര ക്യാപിറ്റലാണ് എംപ്ലോയ് ചെയ്തേക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ടെക്നിക്ക് പറഞ്ഞേക്കുന്നത് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഇതും ഒരു മോഡേൺ ആയിട്ട് വന്നേക്കുന്ന റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. ഇവിടെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സെക്ഷനെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെ ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററായിട്ട് കൺസിഡർ ചെയ്യുകയും അതിലെ ഒരു ഹെഡിനെ റെസ്പോൺസിബിലിറ്റി പേഴ്സണായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൻ്റെ കീഴിൽ ഈ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസ് നോക്കി ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിനാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിനും ഓരോ പ്രീ ഡിറ്റർമിൻഡ് ടാർഗറ്റ് ഉണ്ടാവും അച്ചീവ് ചെയ്യാനായിട്ട്. അതുപോലെ ഓരോ ഗോൾ ഉണ്ടായിരിക്കും, ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ, ഓരോ സെക്ഷൻ വൈസുള്ള ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്ററും ആ റെസ്പോൺസിബിലിറ്റി പേഴ്സണും ഈ പറഞ്ഞേക്കുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നനുസരിച്ചായിരിക്കും ഇത് കൺട്രോൾ ചെയ്ത് പോകുന്നത്. ഇനി മൂന്നാമത്തെ ഒരു മോഡേൺ ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ ഇത് ന്യൂമറിക്കലായിട്ട് ബന്ധപ്പെട്ടൊരു ഓഡിറ്റ് അല്ല, ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്നറിയുന്ന ഒരു ടെക്നിക്കാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞൊരു ക്രിട്ടിക്കൽ എക്സാമിനേഷനാണ്. ഒരു മാനേജ്മെൻറ്റിൻ്റെ ടോട്ടൽ പ്രോസസ്സിനെ ക്രിട്ടിക്കലായിട്ട് എക്സാമിൻ ചെയ്തിട്ട് എത്രത്തോളം ഡ്രോബാക്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ എഫക്റ്റീവ്നെസ് ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ നോക്കിയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കണ്ടിന്യൂസ് ഇന്നോവേഷൻസ് ഇൻ ദ ലൈറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ചേഞ്ച്. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതനുസരിച്ച് മാനേജ്മെൻറ്റ് ആ ചേഞ്ചുമായിട്ട് കോപ്പ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഫോർത്ത് ടെക്നിക്ക് പറഞ്ഞിരിക്കുന്ന മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതും കൂടുതലായിട്ട് പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഈ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു മാനേജ്മെൻറ്റിൽ ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാ സോഴ്സിൽ നിന്നും എത്രയും വേഗം അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനുള്ളിൽ വന്നേക്കുന്നത്. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ആൻ അപ്രോച്ച് ഓഫ് പ്രൊവൈഡിങ് ടൈംലി, ആഡിക്വേറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻ. അപ്പം ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്ന എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് കൺട്രോളിങ് ടെക്നിക്ക് പറഞ്ഞേക്കുന്നത് 2 PERT ആൻഡ് CPM. ഇത് 2 ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ റിസർച്ച് എന്നൊക്കെ പറയും. ഇത് ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 2 മെത്തേഡ്സാണ് പറഞ്ഞേക്കുന്നത് കൺട്രോൾ. ഒരു ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന, സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്ന 2 മെത്തേഡ്സാണ് PERT, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ് ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ PERT എന്ന് പറയുന്നത് കൂടുതലായിട്ടും വലിയ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലകളിൽ, ഷിപ്പ്, ബിൽഡിങ്, ഹൈവേ അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ മേഖലകളിലും അതുപോലെ തന്നെ
ന്യൂ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്ത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയയിലാണ് ഈ പേർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക്. അപ്പോൾ ഈ ഒരു ടൂളിനെ 2 രീതിയിൽ യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേർട്ട് എന്ന് പറയുന്ന ടൂളിനെ ഒന്നെങ്കിൽ ഇതൊരു പ്ലാനിങ് ടൂളായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ടൂളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പ്ലാനിങ് ടൂളായിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേർട്ട് ഈസ് യൂസ് ടു കമ്പ്യൂട്ട് ദ ടോട്ടൽ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പ്രോജക്റ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഷിപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്ലാനിങ് ടൂളായിട്ട് ഈ പേർട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ടൈം ഇത് ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എത്രത്തോളം ടൈം വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ പേർട്ട് എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു ടോട്ടൽ ടൈം കൺസിഡർ ചെയ്യുന്നു, അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇനി സെക്കൻഡ്, ഒരു കൺട്രോൾ ടൂളായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ it helps to management to watch closely the entire performance of a project and to find a deviation. അപ്പോൾ പ്ലാനിങ് ടൂളായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ടൈം എത്രത്തോളം വേണം എന്നുള്ള കാര്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൺട്രോൾ ടൂളായിട്ടാണ് പേർട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ആക്ടിവിറ്റിയും ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കീഴിൽ വരുന്ന ഓരോ ആക്ടിവിറ്റീനെയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനും എന്തെങ്കിലും ഡീവിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിന് തീരുമാനം എടുക്കാനായിട്ടും സാധിക്കുന്നു. ഇറ്റ് എക്സ്പ്രസസ് ടോട്ടൽ ഇവൻ്റ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഇവിടെ പേർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊജക്റ്റിനുള്ളിൽ വരുന്ന എല്ലാ ആക്ടിവിറ്റിയും, ഒരു പ്രൊജക്റ്റിനുള്ളിൽ വരുന്ന എന്തൊക്കെ ഇവൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്, ആ ഉള്ള എല്ലാ ആക്ടിവിറ്റീനെയും ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ഒരു ആക്ടിവിറ്റി മറ്റൊരു ആക്ടിവിറ്റിയായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് പേർട്ട്. ഇനി അതേപോലെ പറഞ്ഞിട്ടുള്ള ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, ഇതിലൊരു വ്യത്യാസമുള്ളൂ. ഇതും ടൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊരു ഡയഗ്രമാറ്റിക് ഫോമിലായിരിക്കും ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് പോകുന്നത്. അതായത് ഓരോ ആക്ടിവിറ്റിയും പോകുന്നു, ഒരു ആക്ടിവിറ്റിക്ക് ശേഷം അടുത്ത ഏത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി എപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനകത്ത് വരുന്നത്. ദിസ് എ മെത്തേഡ് ഓഫ് ഷെഡ്യൂളിംഗ് ദ വർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ദിസ് ഡയഗ്രാം ഷോ വിച്ച് വർക്ക് ഈസ് ടു ബി കംപ്ലീറ്റഡ് ബിഫോർ അനദർ വർക്ക് ക്യാൻ ബി സ്റ്റാർട്ടഡ്. അപ്പോൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഏത് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണോ അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിനകത്ത് നമുക്ക് ഡയഗ്രമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. CPM helps to determine the critical activities of an organization. This is also applied in large concern. അപ്പോൾ ലാർജ് കൺസേൺ, വലിയ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്ത് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിക്ക് എത്ര ടൈം വേണം, എത്ര കോസ്റ്റ് വേണം എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് രണ്ടും എന്താണെന്നൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതിയാവും. ഇതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ രണ്ടും നമ്മൾ ഡിഫറൻസ് പഠിക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് രണ്ടും തമ്മിൽ എന്താണ് ഒരു റിലേഷൻ എന്ന് മനസ്സിലാകും. ഫസ്റ്റ് ഡിസ്റ്റിങ്ഷൻ പറഞ്ഞേക്കുന്നത് ഇൻ CPM ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് എവറി ആക്ടിവിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ പറയുന്നത് ഓരോ ആക്ടിവിറ്റിക്കും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒന്നിലധികം തവണ ഇത് എസ്റ്റിമേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ആക്ടിവിറ്റിക്ക് ഇത്ര ടൈം വേണമെന്ന് ഒരു തവണ മാത്രം എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പക്ഷേ പേർട്ട് എന്ന് പറയുമ്പം അവിടെ ഒരു അൺസർട്ടനിറ്റി എപ്പോഴുണ്ട്, ഓരോ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആക്ടിവിറ്റിനെയും 3 തവണയെങ്കിലും ഇവരിത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പേർട്ട് എക്സ്പേർട്ടുകൾ ഒരു ആക്ടിവിറ്റീനെ തന്നെ അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ 3 തവണയെങ്കിലും അതിനെ കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. പക്ഷേ CPMൻ്റെ കേസിൽ വരുമ്പം അതിനകത്ത് ഒരു ആക്ടിവിറ്റീനെയും നമ്മൾ ഒരു തവണ മാത്രം എസ്റ്റിമേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് ഇൻ പേർട്ട് മെയിൻ ഫോക്കസ് ഈസ് ഓൺ ടൈം ബട്ട് ഇൻ CPM ദ ഫോക്കസ് ഈസ് ഓൺ കോസ്റ്റ്. അപ്പോൾ പേർട്ടിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള എത്രത്തോളം ടൈം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്തു തീർക്കാൻ എത്രത്തോളം ടൈം ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ CPM വരുമ്പം ടൈമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ആക്ടിവിറ്റിക്കും എത്ര കോസ്റ്റ് വരുന്നു എന്നുള്ളതും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, പേർട്ട് ഈസ് മോർ സ്യൂട്ടബിൾ വെയർ ആക്ടിവിറ്റി ടൈമിങ്സ് ആർ റിലേറ്റീവ്ലി അൺനോൺ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ടൈം അറിയില്ലാത്തൊരു കേസ്, ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈം വേണം, നമുക്ക് അൺസർട്ടനിറ്റിയാണ് എത്രത്തോളം വേണമെന്ന് അറിയത്തില്ലെങ്കിൽ അവിടെ നമുക്ക് ഈ പേർട്ട് എന്ന് പറയുന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഓരോന്നിൻ്റെയും കറക്റ്റ് ടൈം നമുക്കറിയാമെങ്കിൽ അവിടെ നമ്മൾ CPM ഉപയോഗിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് പേർട്ട് ഈസ് ഇവൻറ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ ഒരു ടോട്ടൽ പ്രൊജക്റ്റിൽ എത്രത്തോളം ഇവൻറ്റുകൾ വരുന്നുണ്ടെന്നും അതിൻ്റെ ആക്ടിവിറ്റീസ് എത്ര വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഇവൻറ്റ് ഓറിയൻറ്റഡാണ് പേർട്ട് പോകുന്നത്. CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ്, ഓരോ ആക്ടിവിറ്റിക്കും എത്ര ടൈം വേണമെന്നാണ് CPMൽ നോക്കുന്നത്. ലാസ്റ്റ് വൺ, പ്രോഗ്രാം പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് PPB. ഇത് ഏറ്റവും മോഡേൺ ആയിട്ട് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ആക്ടിവിറ്റീസ്
ബജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. PPB റെപ്രസെൻറ്റ് പ്രോഗ്രാം പ്ലാനിങ് ആൻഡ് ബജറ്റിംഗ്. ദിസ് ഈസ് എ റീസെൻ്റ്ലി ഫോർമുലേറ്റഡ് ടെക്നിക്ക് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്ത് അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകുന്നു. ഗവൺമെൻറ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീനെ ആണിത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മോഡേൺ ടെക്നിക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്.